അവര് ആ ഏജിലുള്ള കുട്ടികളാണ്. ചിലപ്പോൾ കൂട്ടുകൂടും. തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പൊ എന്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ്. കാരണം എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ്. അവരുടെ മകൻ വഴിപടയ്ക്കുകയോ അല്ലെങ്കിൽ നന്നാവുകയോ ഒക്കെ ചെയ്താൽ അത് അവർക്ക് കൊള്ളാം. പക്ഷെ സമൂഹത്തിലെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒരു വഴിയായത് മാറുകയാണ്. നമസ്കാരം. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഒരു വാർത്ത ചാനലിൽ നിറയുന്നത് കണ്ടു. ഓൺലൈൻ ചാനലുകൾ നിറച്ച് കണ്ടു. ഞാനത് ഒഴിവാക്കി വിട്ടതാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാർത്ത കൊടുത്ത് ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യമില്ല എന്ന് കരുതി വെറുതെ വിട്ടതാണ്. പക്ഷെ ഇന്ന് അത് വീണ്ടും പറയണമെന്ന് തോന്നാണ്. കാരണം ഇന്നൊരു വീഡിയോ ഞാൻ കണ്ടു. ഇതേ ഒരു ചെറിയൊരു ശകലം കായംകുളം MLA പ്രതിഭയുടെ വീഡിയോയുടെ ഈ ഒരു ഭാഗമാണ്. ഇത് കണ്ടതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാതെ പോയാൽ ശരിയാവില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ എന്തോ കൊടുത്തതായിരിക്കാം. ഞാൻ തുറന്നതിന് നിങ്ങളോട് പറയാം. അപ്പൊ ഇവരോട് എക്സൈസുകാർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു. സ്വാഭാവികമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിനിപ്പം വാർത്ത വരുന്നത് എന്താ? കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഒരാൾ MLA ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും. പക്ഷെ ഏഷ്യാനെറ്റും 24ഉം തിരുത്തേണ്ട ഒരു കാര്യം, നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം, കിലോ 30 ഗ്രാം കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. അവന്റെ കയ്യിൽ 30 ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. നേരെ തിരിച്ച് അതല്ല, നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന തരത്തിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ചൊരു വാർത്തയായത്. അവര് ആ ഏജിലുള്ള കുട്ടികളാണ്. ചിലപ്പോൾ കൂട്ടുകൂടും. തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പൊ എന്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ്. കാരണം എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ്. പക്ഷേ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ള അവനും ഞാനും അവനോട് പറഞ്ഞ് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ പറയുന്നത് ഒരു MLAയുടെ മകനായതുകൊണ്ട് കുറച്ച് ഹൈപ്പ് കിട്ടും. ശരിയാണ്, MLAയുടെ മകനായതുകൊണ്ട് ഹൈപ്പ് കിട്ടും, സ്വാഭാവികം. അത് CPMന്റെ MLA ആവുമ്പോൾ സ്വാഭാവികമായും കുറച്ച് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് അത് വാർത്തയായത്. എങ്ങനെയായിരുന്നു വാർത്ത? ആദ്യം 90 ഗ്രാം കിട്ടി എന്നായിരുന്നു, കഞ്ചാവുമായി പിടിയിലായി എന്നാണ്. പ്രതിഭയുടെ മകൻ കനിവും 9 സുഹൃത്തുക്കളും അവരൊരുമിച്ച് മദ്യപിക്കുകയായിരുന്നു. ആ മദ്യപിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നു. ആ കഞ്ചാവ് വലിക്കുമ്പോൾ അവരിന്ന് 90 ഗ്രാം കഞ്ചാവ് കിട്ടി എന്ന രീതിയിലായിരുന്നു ആദ്യത്തെ വാർത്ത പ്രചരിച്ചത്. പിന്നീട് അത് 30 ഗ്രാം എന്ന് മറ്റൊരു ചാനലിൽ വാർത്ത കണ്ടു. പിന്നെ ഒരു ചാനൽ ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അത് 30 ഗ്രാമും 90 ഗ്രാമും ഒന്നും അല്ല, വെറും 3 ഗ്രാമാണ് എന്ന് അതിൽ ലൈവായി വാർത്ത പറയുന്നത് കണ്ടു. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. നല്ലത്. ഇത്തരം കഞ്ചാവോ മറ്റു ലഹരി വസ്തുക്കളോ ഒക്കെ കയ്യിൽ വെക്കുന്ന ഒരു പരിധി വെച്ചിട്ടുണ്ടല്ലോ, ആ പരിധിന്റെ ഉള്ളിൽ കയ്യിൽ വെക്കാം. ഇത് തന്നെ ഒരു ഉറക്കമേല നിയമമാണ്. ഇത് തന്നെയാണ് ഇതുപോലെ നേതാക്കന്മാരുടെ മറ്റുള്ളവരുടെ പിടിപാടുള്ളവരുടെ മക്കൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ നിയമം. ഒരു സാധാരണക്കാരനെയാണ് പിടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ടവനാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ ഈ 3 ഗ്രാം 300 ഗ്രാം ആകും, അല്ലെങ്കിൽ 3 കിലോയാവും, അല്ലെങ്കിൽ 5 കിലോയാവും. എന്നിട്ട് അവന് പിടിച്ചകത്തിടും. ഇതല്ലേ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രതിഭയുടെ മകൻ കുറ്റക്കാരനാകുന്നത്? പോലീസിനും എക്സൈസിനും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം. അയാളിത് ആകാശത്തു നിന്ന് മാന്തി എടുത്തൊന്നും അല്ലല്ലോ. ഈ കഞ്ചാവ് 3 ഗ്രാം ആണെങ്കിലും 3 മില്ലിഗ്രാം ആണെങ്കിലും കായംകുളം MLAയുടെ വീട്ടുവളപ്പിൽ നട്ടുവളത്തിൽ ഉണ്ടാക്കിയതുമല്ല. എത്ര ചെറിയ അളവിലാണെങ്കിലും എവിടെ നിന്നെങ്കിലും വാങ്ങിയതാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. അത് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കേണ്ട. അവരുടെ പേരിൽ കേസ് വേണ്ട. ഓക്കെ, അവരെ കയ്യിൽ കുറച്ച് മാത്രമേ ഉള്ളൂ, വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ, അവർ ഉപയോഗിച്ചു, അതുകൊണ്ട് കേസ് എടുക്കാനുള്ള വകുപ്പില്ല. ഓക്കെ, പക്ഷേ ഈ കിട്ടിയ ആളില് കിലോ കണക്കിന് ഉണ്ടാവുമല്ലോ. ഇയാളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇവർ ഇവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദ്യം ചെയ്യണ്ടേ? ആ വാങ്ങിയ ആളെ പൊക്കണ്ടേ? അവരുടെ മൊത്ത വിതരണക്കാരനെ പൊക്കണ്ടേ? അങ്ങനെ അവരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ കഞ്ചാവ് വിതരണം തടസ്സപ്പെടൂലേ, നിൽക്കൂലേ? ഈ പ്രതിഭയുടെ മകന് അല്ലെങ്കിൽ കനിവിന് രക്ഷപ്പെടുത്താൻ ഇവിടെ പോലീസുകാർ മറ്റുള്ളവരുമുണ്ട്. ഈ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ മക്കൾ, അവർക്കും ഈ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട്, അവർക്കും കഞ്ചാവ് ലഭിക്കുന്നുണ്ട്. അവർക്കിത് ലഭ്യമാക്കണമെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ അവരൊക്കെ വലിച്ച് ചത്തോട്ടെ, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നാണ്, വഴിതെറ്റി പൊയ്ക്കോട്ടെ എന്നാണോ പറയുന്നത്? കനിവിന് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണ്ടേ? വെറുതെ അങ്ങ് വിടല്ല. കയ്യിലില്ല അതുകൊണ്ട് അങ്ങ് ഒഴിവാക്കിയെന്നാണോ? അയാൾക്ക് വന്ന സോഴ്സ് അറിയണം. അയാൾ എവിടെ നിന്നാണ് ഇത് വാങ്ങിയത്? ആരാണ് അദ്ദേഹത്തിന് കൊടുത്തത്? ഈ പറയുന്ന 9 പേർ കൂട്ടുകാർ വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ 9 കൂട്ടുകാരിൽ ആരെങ്കിലും ആയിരിക്കാം ഒരു പക്ഷേ കനിവിന് കൊണ്ടുവന്ന് കൊടുത്തത്. കനിവ് ഇത് ഉപയോഗിച്ചത് മാത്രമായിരിക്കാം. അപ്പൊ ആ കൂട്ടുകാരനെ ചോദ്യം ചെയ്യണം. ആ കൂട്ടുകാരനെ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം. അത് കിട്ടുമ്പോൾ ഇതിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരനെ കിട്ടും. അത് പക്ഷേ പോലീസ് പോവില്ല. ഈ താഴെക്കടയിൽ ഉപയോഗിക്കുന്ന കുറച്ചെണ്ണത്തിന് പിടിച്ച് അകത്തിടണം.
മേലെയുള്ളവരുടെ കാര്യത്തിൽ പോലീസും എക്സൈസും കണ്ണടക്കുകയാണ്. ഇന്നലത്തെ പ്രധാന വാർത്ത എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചാനലുകൾ, ഓൺലൈൻ മീഡിയകളൊക്കെ വാർത്ത ചെയ്തിരുന്നെങ്കിൽ പിന്നീട് എക്സൈസ് പോലും അത് വെറുതെ വിട്ടു, സ്റ്റേഷനിൽ നിന്നൊക്കെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വെറുതെ വിട്ടതെന്ന് അറിയാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാധവ് പറയുന്നതാണ്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട ഒരു കാര്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാതിരുന്നാൽ പറ്റില്ല. അവർ പറഞ്ഞത് നമുക്ക് നമ്മുടെ മക്കളെ ഉപദേശിക്കാനല്ലേ പറ്റുള്ളൂ, ആ മക്കൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ ജീവിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത് എന്ന്. ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നിരാശ വ്യക്തമാണ്. അതായത് തന്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, താൻ പറഞ്ഞ് കേൾക്കുന്നില്ല, സത്യത്തിൽ ഞാൻ അവനെ കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ് എന്നൊരു ധ്വനി അതിൽ നിന്ന് വരുന്നുണ്ട്. ഒന്നുകൂടി കേൾക്കാം. അവര് ആ ഏജിലുള്ള കുട്ടികളാണ്, ചിലപ്പോൾ കൂട്ടുകൂടും. തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. അപ്പൊ എന്റെ മകൻ പോകരുത് എന്ന് മാത്രം പറയാനേ എനിക്ക് പറ്റുള്ളൂ. ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാണ്. കാരണം എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ്. ഇതാണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അതായത് അവർ അവനെ കൊണ്ട് കുടുങ്ങി, ഇത് ആദ്യത്തെ കേസാവാൻ വഴിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അത് അവരുടെ കുടുംബകാര്യം. അത് അവരുടെ മകൻ വഴിപടയ്ക്കുകയോ അല്ലെങ്കിൽ നന്നാവുകയോ ഒക്കെ ചെയ്താൽ അത് അവർക്ക് കൊള്ളാം. പക്ഷെ സമൂഹത്തിലെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒരു വഴിയായത് മാറുകയാണ്. എവിടെ നിന്നാണ് അവർക്ക് കഞ്ചാവ് കിട്ടിയത്? ഈ നിയമപാലകർ അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് ആരാണോ അതിന് ഉത്തരവാദി, എവിടെ നിന്നാണോ വരുന്നത്, അവരെ പിടിക്കാനുള്ള ഒരു അവസരം, അവരെ പിടിച്ച് സമൂഹത്തെ മലീമസമാക്കുന്ന ഈ ലഹരി വിതരണത്തെ തടസ്സപ്പെടുത്താനുള്ള ഒരു അവസരം അത് ഒഴിവാക്കിയതിന്, അത് ഇല്ലാതാക്കിയതിനെ എത്ര ന്യായീകരിച്ചാലും അതിന് അംഗീകരിക്കാൻ പറ്റില്ല. Different angles. Don't forget to subscribe and support this channel.